പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഈശോ നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ലോകത്തിൻ്റെ എല്ലാ അശുദ്ധികളിൽ നിന്നും തിന്മകളിൽ നിന്നും സാത്താൻ്റെ എല്ലാ കെണികളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തി വിശുദ്ധീകരിച്ച് അവിടത്തേക്ക് യോഗ്യരായ മനുഷ്യരാക്കി മാറ്റട്ടെ എന്ന് ഇന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ്. പലപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിൻ്റെ ഒരു കാരണം നമ്മിലുള്ള പാപമാണ്. എന്തെങ്കിലുമൊക്കെ അശുദ്ധി നമ്മളിലുണ്ടെങ്കിൽ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ അടുത്ത് എത്തിയാൽ തന്നെ അതിന് മറുപടി കിട്ടൂല. മത്തായി 5:8 പറയുമല്ലോ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുന്നു. ഹൃദയശുദ്ധിയോടുകൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ശാരീരികവും മാനസികവും ആത്മീയവുമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തണം. വചനം പറയുമല്ലോ, യോഹന്നാൻ 9:31, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം, എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. നോക്കി, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. വളരെ ക്ലിയറായിട്ട് വചനം പറയുകയാണ്. ഇപ്പം അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്തതിൻ്റെ ഒരു കാരണം പാപമാകാം. ചിലപ്പോൾ മദ്യപാനത്തിൻ്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ആകാം. ശാരീരികമായ ആസക്തികൾ, ജഡിക ആസക്തികളിൽ മുഴുകുന്ന അവസ്ഥകളും അവസരങ്ങളും ആകാം. 1-ാം പ്രമാണ ലംഘനങ്ങളാകാം, മറ്റ് കൽപ്പനകളുടെ ലംഘനങ്ങളാകാം. ഏത് പാപാവസ്ഥകളാണെങ്കിലും, അതല്ലെങ്കിൽ ഏറ്റവും വലിയ ബന്ധനങ്ങളിൽ ഒന്നാണ് മനുഷ്യരോട് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, വിദ്വേഷം ഉണ്ടെങ്കിൽ, വൈരാഗ്യം ഉണ്ടെങ്കിൽ, അവർ നശിക്കണമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. നമ്മുടെയും ദൈവത്തിൻ്റെയും നടുവിൽ വലിയൊരു മതിൽ വന്നു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് പാപാവസ്ഥകളിൽ നിന്നും മാറണം, പരദൂഷണത്തിൽ നിന്നും, കുറ്റം പറച്ചിൽ നിന്നും, മറ്റ് അശുദ്ധികളിൽ നിന്നും മാറണം. നമ്മുടെ ശരീരവും ആത്മാവൊക്കെ വിശുദ്ധമായിട്ട് കർത്താവിൻ്റെ മുന്നിൽ പോയി നോക്കിയേ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം കിട്ടും. അതിന് നമ്മൾ നന്നായിട്ട് അനുദപിച്ച് ഒരുങ്ങി ഒന്ന് കുമ്പസാരിക്കണം. കർത്താവ് മറുപടി തരുമെന്നേ. ഏത് പാപം നമ്മൾ ചെയ്താലും, എന്ത് പാപം നമ്മൾ ചെയ്താലും കർത്താവിൽ നിന്ന് അകന്നു പോകും. അതിൽ വചനം പറയുന്നു, ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നു ചേരുന്നു. പാപം പാപിയെ വേട്ടയാടുന്നു. സാത്താന് നമ്മുടെ മേൽ അധികാരം ഉണ്ടാവും, ബന്ധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഏതെങ്കിലും പാപാവസ്ഥയിലാണെങ്കിൽ അനുദപിക്കുക, കർത്താവിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുക. അപ്പോൾ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, എല്ലാ ബന്ധനങ്ങളും തടസ്സങ്ങളും മാറും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് ടൈപ്പ് ചെയ്യുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.